തന്നെ കൈരളി ശരിയായി റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ സർക്കാർ സർവ്വതല സ്പർശിയായ ഇടപെടലായിരുന്നു നടത്തിയിരുന്നത്. അതാണ് ഇത്തവണത്തെ നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കേവലം ജീവിച്ചിരിക്കുന്ന ആളുകളെയും അതിനുശേഷം മരണപ്പെട്ടവരുടെ ബോഡികളും റിക്കവർ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നില്ല. ആദ്യഘട്ടം മുതൽ തന്നെ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഓരോന്നോരോന്നായി പരിഹരിക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തുകൊണ്ട് മുന്നേറാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന ഘട്ടത്തിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സെക്ഷൻ 12 പ്രകാരം ഇവിടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദേശസൽകൃത ബാങ്കുകളിലെ എല്ലാ നടപടികളും തൽക്കാലം നിർത്തിവെക്കണമെന്നും അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിട്ടുള്ള കടങ്ങൾ കണക്കുകൂട്ടാതെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ആളുകൾക്ക് ലോൺ എടുക്കാനുള്ള അവസരം കൊടുക്കണം എന്നുമുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സെക്ഷൻ 12 കേരളത്തിന് വേണ്ടി അനുവദിക്കണമെന്ന ആവശ്യം വളരെ ഗൗരവത്തോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. മാത്രമല്ല, കേരളത്തിലെ എല്ലാവർക്കും മാതൃകയാകാൻ കേരള ബാങ്ക് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ എടുത്ത നിലപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതുപോലെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 ഉൾപ്പെടുന്ന ദുരന്ത വാർഡുകളിലെ മുഴുവൻ ആളുകളുടെ കടവും എഴുതി തള്ളാൻ തീരുമാനിച്ചതോടുകൂടി ഈ ഘട്ടത്തിൽ ആദ്യത്തെ ഗവൺമെൻറ് ചെയ്യാവുന്നൊരു സ്റ്റെപ്പ് ഗവൺമെൻറ് വെച്ചു. അവിടെ ഉയർന്നു വന്നിരുന്നൊരു പ്രശ്നമാണ് സ്വകാര്യ മേഖലയിലെ ആളുകളും അതോടൊപ്പം തന്നെ ചില ബാങ്കുകൾ ദുരന്തത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സർക്കാർ സഹായിക്കുന്ന പൈസയിൽ നിന്ന് പണമെടുക്കുന്നത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ. ആ ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് സബ് കമ്മിറ്റിയും ഇടപെട്ടു. ചീഫ് സെക്രട്ടറിയോട് SLBCയുടെ പ്രത്യേക യോഗം, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടതനുസരിച്ച് CS-ൻ്റെ നിർദ്ദേശപ്രകാരം SLBCയുടെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഓൺലൈനായി മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് അവിടെയുള്ള മുഴുവൻ കടങ്ങളും എഴുതി തള്ളാനുള്ള നടപടികളിലേക്ക് കടക്കണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി എല്ലാ ബോർഡുകളുടെയും എല്ലാ ബാങ്കുകളുടെയും ബോർഡ് യോഗങ്ങൾ ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ നിലപാടെടുക്കാം എന്ന ഒരു പൊതുധാരണയിലേക്ക് ബാങ്കുകളെത്തി. സ്വകാര്യ ബാങ്കുകൾ ഏതെങ്കിലും വിധത്തിൽ അത്തരം EMI ഉൾപ്പെടെയുള്ള പണം ഇപ്പോൾ ഈടാക്കാൻ തീരുമാനിച്ചാൽ കർശനമായ നടപടി ഉണ്ടാകും എന്നും സർക്കാർ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഭേദഗതി ചെയ്ത റവന്യൂ റിക്കവറി ആക്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇനി ഒരു തീരുമാനമുണ്ടാകും വരെ ആ മേഖലയിലുള്ള വൈത്തിരി താലൂക്കിലുള്ള പാവപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ കടങ്ങൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം സർക്കാരിന് എടുക്കാനായത്. ഒരുപക്ഷെ അതൊരു ചരിത്ര ഘട്ടമാണ്. ഈ ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ വളരെ ഗൗരവമായിട്ടുള്ളൊരു നടപടിയാണ് സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 1 വർഷക്കാലത്തേക്കോ 6 മാസക്കാലത്തേക്കോ എന്നല്ല, ഇനിയൊരു തീരുമാനം എടുക്കും വരെ അവിടുത്തെ കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോ നമ്പർ 21/12/2024 റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരിൽ ഗവൺമെൻറ് സെപ്റ്റംബർ 3-ാം തീയതി പുറത്തിറക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ദുരന്ത മേഖലയിലെ ജനങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരാനുള്ള സർക്കാരിൻ്റെ നടപടികളിൽ ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആദ്യ ദിവസത്തെ സർവകക്ഷി യോഗത്തിൽ തന്നെ, അതായത് ദുരന്തം നടന്ന് 2-ാം ദിവസം മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത് നടത്തിയ സർവകക്ഷി യോഗത്തിൽ തന്നെ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മേഖലയിലുള്ള ആളുകളുടെ ഏതെങ്കിലും വിധത്തിലുള്ള വായ്പകളുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ സമാഹരിക്കണം. KIS-കാരായ ഒരു ഉദ്യോഗസ്ഥരെ തന്നെ വെച്ചുകൊണ്ട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിക്കവറി നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആ 3 വാർഡുകളിലുള്ള മനുഷ്യരുടെ ഓരോ സ്ഥാപനങ്ങളിലുമുള്ള മുഴുവൻ കടങ്ങളെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി SLBCയുടെ മുമ്പിൽ വയ്ക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞു. അപ്പോൾ ഈ നടപടി ഒരാദ്യ നടപടിയല്ല, ആദ്യ ദിവസം മുതൽ ഈ കടബാധിതരോട് സർക്കാർ കാണിക്കുന്ന ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക നടപടിയാണ്.